അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത വാർഷിക പരീക്ഷയിൽ 9ാം തരത്തിലെ ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 നൂസിലു ബിൽ മുനാസിബി ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്തെഴുതുക. 8 ചോദ്യങ്ങളാണുള്ളത്. 1. വ അൻസഹലക്കും ഖൗല നൂഹ് അലൈഹിസ്സലാം. അത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ വാക്കാണ്. വാനലക്കും നാസിഹുൻ അമീൻ ഖൗലു ഹൂദ് അലൈഹിസ്സലാം. 3. യംനഉ മിന തഅഹുദി വൽ ഇഅ്തിനായി അൽ യഅ്സു. 4. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖിറു ശൈഅൻ ലിഅദിൻ. 5. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. 6. നിഅമത്തുൻ ജലീലത്തുൻ മിൻ നിഅമില്ലാഹി തആല അൽ അഖ്ലു. 7. മിൻ അസ്ബാബി തഹ്സീലിൽ മാലി അൽ മകാസിബ്. 8. അൽ ഈമാനു ബിദ്ഉൻ വ സബഊന ശുഅബത്തുൻ. സെക്ഷൻ 2 നുബയ്യിന് വ്യക്തമാക്കാം. അൻ നസീഹത്തു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ദീഖുഹു അല റിസാലത്തി വൽ ഈമാനു ജമീഉ മാ ജാഅ. അൻ നസീഹത്തു ലി ആമത്തുൽ മുസ്ലിമീന മൻ അദ്ദൽ ഉമൂറ വ ഇർഷാദുഹും ലിമസാലിഹിം. 3. അത്യബുൽ കസ്ബി അമൽ റജ്ലി ബിയദിഹി വ കുല്ലു ബൈഇൻ മബ്റൂറിൻ. 4. അൽ ഇഖ്ലാസു ഇഫ്റാദുല്ലാഹി തആല ഫി തഅതി ബിൽ ഖിസ്തി. 5. സുഹ്ദുൽ ഖവാസി തർക്കുൽ ഫുദൂലി മിനൽ ഹലാലി. സെക്ഷൻ 3 നുതമ്മിമു പൂർത്തിയാക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദ. 2. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വസിതൽ അംറു ഇലാ ഗൈരി അഹ്ലി ഫന്തളിരി സഅ. 3. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദിൽ അമാനത ഇലാ മനി തമനക വലാ തഖുൻ മൻ ഖാനക. 4. വഫിൽ ഹദീസി അൽ ഈമാനു ഉരിയാൻ വ ലിബാസുഹു തഖ്വ വ സീനതുഹു അൽ ഹയാഉ വ സമറതുഹു അൽ ഇൽമു. സെക്ഷൻ 4 നക്തുബുൽ ഇസ്നൈനി രണ്ടെണ്ണം വീതം എഴുതാം. അലാമത്തു ഷക്കാവത്ത് പരാജിതന്റെ അടയാളമാണ്. തൂലുൽ അമലി ഖില്ലത്തുൽ ഹയായി കസ്വത്തുൽ ഖൽബി ജുമൂദുൽ ലൈനി. 2. ഒമ്മാനിൽ ലാബുദ്ദ മിൻഹു ലി ബിനായത്തിൽ മദ്രസത്തി മദ്രസ ഉണ്ടാക്കുന്നതിൽ അത്യാവശ്യമായ ജോലിക്കാരാണ് ബന്നാ, നജ്ജാർ, ഹദ്ദാദ്. 3. അലാമാത്തുൽ ഖിയാമത്തുൽ കുബ്ര ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളമാണ് ളുഹൂറുൽ മഹദി ഇമാമ് പ്രത്യക്ഷപ്പെടുക, മസീഹ് ദജ്ജാൽ വരിക, ഈസാ അലൈഹിസ്സലാം ആകാശത്തു നിന്ന് ഇറങ്ങി വരിക, യജൂജ് മഅജൂജ് വരിക. അതൊക്കെ. സെക്ഷൻ 5 നുജീബു ഉത്തരം എഴുതാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഅ അഹദുകും മിന തശഹുദിൽ അഖീരി ഫൽയതഅവ്വദ് ബില്ലാഹി മിൻ അർബഇൻ മാഹിയ. ഒരാൾ അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ 4 കാര്യത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അത് മിൻ അദാബ് ജഹന്നമ വ മിൻ അദാബിൽ ഖബരി വ മിൻ ഫിത്നത്തിൽ മഹ്യായ വ മമാതി വ മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഇതാണ് ആ കാര്യങ്ങൾ. 2. അഫ്ദൽ മകാസിബി സിറാഅത്തു ലിമ. എന്തുകൊണ്ടാണ് ജോലിയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് കൃഷിയാകാനുണ്ടായ കാരണം എന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ അസിറാഅത്തു ലിഅന്ന ഫിഹ തവക്കുലൻ വനഫ്അൻ ആമൻ ലി ജമീഇൽ ഹയവാനാത്തി. അതിൽ ശരിക്കും അള്ളാഹുവിനോടുള്ള തവക്കൽ കൊണ്ടാണ് ഒരാൾ കൃഷി ചെയ്യുന്നത്. അതേപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ആ കൃഷി കൊണ്ട് ഉപകാരവും ലഭിക്കുന്നത് കൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമാകാനുണ്ടായ കാരണം. 3. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്റുമു ബിനു ആദമ വ തശിബ്ബു മിൻഹു ഇസ്നതാനി മാഹുമാ. ഒരു മനുഷ്യൻ വാർദ്ധക്യമായി കഴിഞ്ഞാൽ അവൻ്റെ 2 കാര്യങ്ങൾ മാത്രം എപ്പോഴും ചെറുപ്പമായിരിക്കും. ഏതാണെന്ന് ചോദ്യം. എൻ്റെ ആൻസർ അൽ ഹിർസു അലൽ മാലി മുതലിൻ്റെ മേലുള്ള അത്യാഗ്രഹവും വൽ ഹിർസു അലൽ ഉമരി ജീവിക്കണമെന്നുള്ള അത്യാഗ്രഹവും. ഈ 2 കാര്യമാണ് യുവാവായിട്ട് എപ്പോഴും നിൽക്കാനുള്ള കാരണം. 4. അൽ അമാനത്തു മാഹി അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ഫറലഹുല്ലാഹു തആല അലാ ഇബാദിഹി മിനൽ ഉഖൂഖി. സെക്ഷൻ 6 നുക്മിലു പൂർത്തിയാക്കാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ അജലുക്കും ഫീമൻ മളാ ഖബലക്കും മിനൽ ഉമമി മിൻ സലാത്തിൽ അസ്രി ഇലൽ മഗ്രിബി ശംസി. മുമ്പ് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ആളുകളുമായി നിങ്ങളുടെ ആയുസ്സിനെ താരതമ്യപ്പെടുത്തുമ്പോൾ അസർ നിസ്കരിച്ചതിന് ശേഷം മഗ്രിബ് വരെയുള്ളത്ര സമയമാണ് നിങ്ങളുടെ ആയുസ്സുള്ളൂ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇനി സെക്ഷൻ 7 തർജിമു അതിൻ്റെ അർത്ഥം എഴുതുക. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജൂഇ ഫഇന്നഹു ബിയസൽ ലജീഉ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അള്ളാഹുവേ, വിശപ്പിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. നിശ്ചയം അത് എത്ര ദുഷിച്ച കൂട്ടുകെട്ടാണ് എന്ന് കൂടെ കിടക്കുന്ന ആളാണ് എന്നാണ് വിശപ്പിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് 9-ാം തരത്തിലെ ദുറൂസുൽ ലിസാനിൽ നിന്ന് ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ പഠിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ചെയ്യണമെന്ന് നിർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.